ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ശക്തിയാൽ മറുരൂപമാക്കിടും യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ. തൻ ദിവ്യശക്തിയാൽ മറുരൂപമാക്കിടും യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ. യേശു ഇന്നും കാലത്തും എല്ലാ നേരത്തും തണലായി തുണയായി കൂടെയുണ്ടല്ലോ. എല്ലാ കാലത്തും എല്ലാ നേരത്തും തണലായി തുണയായി കൂടെയുണ്ടല്ലോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്കും സ്നേഹിതർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനവും ഹൃദ്യമായ പ്രഭാതവന്ദനവും ആശംസിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ 1 തെസ്സലോനിക്കർ അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഷ്ട അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ട അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുൻപ് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നു. ഇവിടെ ചില വാക്കുകൾ ആവർത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, കഷ്ടം എന്ന വാക്കാണ്. കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. 2, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3-ാമതൊരാശയം കൂടി ഉണ്ട്. അവണ്ണം തന്നെ കഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഷ്ടത എന്ന വാക്ക് ആവർത്തിച്ചു വരുന്നുണ്ട്. മാത്രമല്ല, അറിയുന്നുവല്ലോ എന്നുള്ള വാക്ക് ആവർത്തിക്കുന്നുണ്ട്. എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയുന്നു എന്ന 4-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരറിയുന്ന ഒരു യാഥാർത്ഥ്യം പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. എന്താണ് പറയുവാനായിട്ടുള്ളത്? നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഉള്ള കാര്യം അവരറിഞ്ഞിരുന്നു. കാരണം എന്താണ്? കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. കാരണം പിശാചിന്റെ അടിമത്തത്തിൽ നാം വിമോചനം പ്രാപിച്ച് കഴിയുമ്പോൾ പിശാചിന് അധീനമായിരിക്കുന്ന ഈ ലോകവും പാപസ്വഭാവമുള്ള ജഡവും നമുക്ക് എതിരായിത്തീരും. അതുപോലെ പിശാച് നമുക്കെതിരായിത്തീരും. അങ്ങനെ നമുക്ക് ഈ ലോകം നമ്മെ പകയ്ക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ പ്രവൃത്തികളോട് നാം വേർപെട്ട് കഴിയുമ്പോൾ അത് ശരിയല്ല എന്ന് വെളിപ്പെടുകയാണ്. ലോകത്തിന്റെ മുമ്പാകെ അത് ശരിയല്ല, ലോകത്തിന്റെ പ്രവൃത്തികൾ, പാപത്തിന്റെ പ്രവൃത്തികൾ ശരിയല്ല എന്ന് പറയുന്ന കർത്താവിനെ ലോകം പീഡിപ്പിച്ചു. അപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത് ആ ലോകത്താലുള്ള പീഡനമാണ്. കർത്താവിനെ പറയും, നമ്മൾ വായിക്കുന്ന ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്, ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോന്നോ അല്ല പറയുന്നത്, ഉണ്ട്. കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. അതൊരു നിയമനമാണ്. മാത്രമല്ല, ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല
അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടി നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഈ കഷ്ടതയുടെ മധ്യത്തിൽ നാം അസ്വസ്ഥരായി തീരരുത്. കഷ്ടതയുടെ മധ്യത്തിൽ നാം വഞ്ചിക്കപ്പെട്ടു പോകരുത്. കഷ്ടതയുടെ മധ്യത്തിൽ നാം വഴിതെറ്റിപ്പോകരുത്. കാരണം എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട് എന്ന്. അപ്പൊ കഷ്ടത വരുമ്പോൾ ആ കഷ്ടത കർത്താവ് പറഞ്ഞതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും. കഷ്ടം ഏൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 4 നിലയുള്ള കഷ്ടതയെ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ഒരു കഷ്ടത ഇല്ലാതിരിക്കുമ്പോൾ തന്നെ കഷ്ടതയുണ്ടെന്ന് തോന്നുക. യാക്കോബ് തൻ്റെ മകനായ യോസേപ്പ് മിസ്രൈമിലെ ഭരണാധികാരിയായി തീർന്നപ്പോൾ അതറിയാതെ ബെന്യാമീനെ അവിടെ നിർത്തിയ നിമിത്തം ദുഃഖിച്ചുകൊണ്ട് പറഞ്ഞു, സകലവും എനിക്ക് പ്രതികൂലം. സത്യത്തിലൊന്നും പ്രതികൂലമായിരുന്നില്ല. തൻ്റെ മകൻ മിസ്രൈമിൻ്റെ അധിപനായി അവിടേക്ക് പോവുകയാണ്. ആ മിസ്രൈമിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കഷ്ടതയുണ്ടെന്ന് ചില സാഹചര്യങ്ങൾ തോന്നാം. അടുത്തതായിട്ട് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് നമുക്ക് കഷ്ടത വരാം. ഒരു മനുഷ്യൻ ഇങ്ങനെ വണ്ടി ട്രാഫിക്കിലൂടെ പോകാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം മറ്റൊരാളോട് പറഞ്ഞു, ഞാൻ ട്രാഫിക്കിലൂടെ പോകുകയാണ്, ഞാൻ ട്രാഫിക് നിയമങ്ങളൊന്നും നോക്കുന്നില്ല, കർത്താവ് എന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞപ്പോൾ, കർത്താവ് എന്നെ സൂക്ഷിച്ചുള്ളൂ എന്ന് പറഞ്ഞ് മറ്റൊരാൾ പറഞ്ഞപ്പോൾ, അങ്ങനെ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചു പോയി അപകടമുണ്ടായാൽ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ് അങ്ങനെയുള്ള കഷ്ടത. മൂന്നാമതായി കഷ്ടത ദൈവം അനുവദിക്കുന്നത് നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. യോബിനെ കുറച്ചുകൂടെ ശുദ്ധീകരിപ്പാൻ യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കഷ്ടത ഇടയായി. ബാലശിക്ഷയിലൂടെ ദൈവം ചില കഷ്ടതകളോട് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, വഴിതെറ്റിപ്പോകുന്ന ആളുകളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഷ്ടത ദൈവം അനുവദിക്കും. മറ്റൊരു കഷ്ടതയുണ്ട്, നാലാമതായിട്ട് സുവിശേഷം നിമിത്തമുള്ള കഷ്ടത. കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽപ്പോൾ കഷ്ടത അനുഭവിക്കുവാനുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ യെരൂശലേമിൽ കർത്താവിൻ്റെ മരിപ്പാൻ പോലും ഒരുങ്ങിയിരിക്കുന്നു, എനിക്ക് എൻ്റെ വേല തികയ്ക്കണമെന്നേ ഉള്ളൂ, ഇപ്പോൾ തന്നെ പാനീയാഗമായി ഞാൻ ഒഴിക്കപ്പെടുന്നു. കഷ്ടം അനുഭവിക്കാനുള്ള മനോഭാവം. ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികളെക്കുറിച്ച് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് നാം വായിക്കുന്നത്, തിരുനാമ നിമിത്തം അവമാനം സഹിക്കാൻ യോഗ്യത നിർണ്ണയപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. കർത്താവ് കഷ്ടതയുടെ മധ്യത്തിൽ അവിടുന്ന് മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. നമ്മൾ കഷ്ടം സഹിക്കുമ്പോൾ അതിനപ്പുറത്തൊരു പ്രതിഫലമുണ്ട്. അതിനപ്പുറത്ത് കഷ്ടം സഹിക്കുന്നവർക്ക് ഒരു സ്വർഗത്തിലൊരു ലഭിക്കാൻ പോകുന്ന തേജസ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഇവിടെ ഏതാണ് പൗലോസ് തെസ്സലോനിക്കരോട് പറയുന്നത്? നാം കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നിത്യതയ്ക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടവരാണെങ്കിലും ആ കഷ്ടതയുടെ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ കഷ്ടമേറ്റ കർത്താവ് നമ്മൾ കൂടെയുണ്ട്. താൻ തന്നെ പരിശുദ്ധനായി കഷ്ടം സഹിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ മതിയായവനാണ്. മാത്രമല്ല, പൗലോസോട് പറയുന്ന 4-ാമത്തെ വാക്യത്തിലുള്ള കാര്യം, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൗലോസിന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങൾ അത് രക്ഷിക്കപ്പെട്ട എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ട മുന്നോട്ട് വന്നല്ലോ, ഇനി ഒരു പട്ടുമത്തരുടെ ജീവിതമല്ല, കഷ്ടതയുടെ ഒരു ജീവിതമാണ് വരാൻ പോകുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് അവരോട് പറഞ്ഞു. അത് അവർക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് അവർ ഓർക്കുമ്പോൾ പൗലോസ് പറഞ്ഞതാണ് സംഭവിച്ചിരിക്കുന്നത്. പൗലോസ് വെറുതെ പറയുകയായിരുന്നില്ല, ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് പൗലോസ് ആ കാര്യം പറഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും സുവിശേഷം നിമിത്തം ഉണ്ടാകുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൽ ഭാരപ്പെടേണ്ട. കർത്താവിന് വേണ്ടി വില കൊടുത്തിറങ്ങിത്തിരിക്കുന്നവരെ മാനിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. അന്ന് കഷ്ടത അനുഭവിച്ചതിനനുസരിച്ച് പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് നമുക്ക് കഷ്ടനഷ്ടമേറ്റ കർത്താവിനെ നമ്മുടെ ക്രൂശെടുത്ത് അനുഗമിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.